മലയാളികൾക്ക് അധികം പരിചയമില്ലാത്ത ഒരു കാഴ്ചയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ഈ ജനക്കൂട്ടം ഒരു ഗ്രാമോത്സവം കാണാൻ വന്നിരിക്കുന്നതാണ്. ബെൽജിയത്തിലെ ഒരു തെക്കൻ അതിർത്തി ഗ്രാമം. ഇത്തരത്തിലുള്ള ചെറിയ ബിയർ പാർലറുകളും പലയിടത്തായി ഒരുക്കിയിട്ടുണ്ട്. ചൂലുവരെയുണ്ട് വിൽപ്പനയ്ക്ക്. അതാണ് രസകരമായ കാര്യം. ഞാൻ കുറേ നേരം ഗ്രാമവഴികളിലൂടെയെല്ലാം ചുറ്റി നടന്നു. മാർക്കറ്റിന്റെ പ്രവർത്തനം അവസാനിക്കുകയാണ്. കച്ചവടക്കാർ സാധനങ്ങൾ പെറുക്കിയെടുക്കുന്ന നേരമായിരിക്കുന്നു. വാങ്ങാൻ ആളുകൾ ഇപ്പോഴും എത്തുന്നതുകൊണ്ട് കുറേ കടകൾ തുറന്നിരിക്കുന്നുവെന്നേ ഉള്ളൂ. ചിലയിടത്ത് സാധനങ്ങൾ പാക്ക് ചെയ്യുന്നു. കാറുകളിലേക്ക് സാധനങ്ങൾ കയറ്റുന്നു. വലിയ പന്തലുകളിട്ട് അവിടെ റെസ്റ്റോറന്റ് നടത്തുന്നവരുമുണ്ട്. ഞങ്ങൾ വന്ന സമയം അല്പം വൈകിപ്പോയി. ശരിക്കും ഖത്തർ എയർവേസ് ആണ് പണി പറ്റിച്ചത്. അവർ സമയത്ത് എന്നെ പാരീസിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഇവിടേക്ക് വരാമായിരുന്നു. ഇത് തെംബ്ലുവിലെ പള്ളിയാണ്, സെന്റ് ഹിലാരി ചർച്ച്. ഗ്രാമത്തിന്റെ ഒത്ത മധ്യത്തിലാണ് പള്ളിയുടെ സ്ഥാനം. ഇവിടെയൊക്കെ ഏതൊരു ഗ്രാമത്തിന്റെയും മധ്യത്തിൽ ഇത്തരം ഒരു പള്ളി ഉണ്ടാകും. പള്ളിയുടെ അടുത്തുനിന്നും വീണ്ടും നടന്നു. ഇനി വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നിടം കണ്ടുപിടിക്കണം. കുറെ മുന്നോട്ട് നടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങകലെ പള്ളി കാണാം. കുറെ ഇടവഴികളുണ്ട് ഗ്രാമത്തിൽ. ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയിരിക്കുന്നു. ബ്ലെയ്സ് പലരോടും വഴി ചോദിച്ചു വരികയാണ്. വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു പാടത്താണ് എന്നറിയാം. പക്ഷേ അവിടേക്കുള്ള വഴി ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. തെംബ്ലു ഗ്രാമത്തിന് ചുറ്റും പാടമാണ്. ഏതു വഴി പോയാലും വയലിലാണ് എത്തുക. കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് ഏതു പാടത്താണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ആ സ്ഥലം ഓർത്തുവെക്കാൻ ഞങ്ങൾ മറന്നും പോയി. കുറേ നേരം കാർ അന്വേഷിച്ച് ചുറ്റിക്കറങ്ങി. ഒടുവിലത് കണ്ടുപിടിച്ചു. ഏതാണ്ട് 1.5 മണിക്കൂറാണ് കാർ പാർക്ക് ചെയ്തിടം അന്വേഷിച്ച് നടന്നത്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ 2 മണിയായിരുന്നു. ഇന്നാകട്ടെ അതിരാവിലെ എണീക്കുകയും ചെയ്തു. പകൽ മുഴുവൻ ഷൂട്ടിംഗ് ആയിരുന്നു. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അകലെ കാണുന്നതൊക്കെ ചെറുഗ്രാമങ്ങളാണ്. ലാ ലൂവിയേറെ എന്നത് ഇവിടുത്തെ ഒരു ചെറുപട്ടണമാണ്. ഇന്ന് അവിടെ താമസിക്കാമെന്നാണ് തീരുമാനം. ലാ ലൂവിയേറെ പട്ടണത്തിനകത്തല്ല. അവിടെ നിന്നും ഉള്ളിലേക്ക് കയറി ഒരു ഹോട്ടലുണ്ട്. ഹോട്ടൽ ഐബിസ് സ്റ്റൈൽസ്. ഇവിടെ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്റർനെറ്റിലൂടെയാണ് മുറി ബുക്ക് ചെയ്തത്. ഹോട്ടലിന്റെ പാർക്കിംഗ് യാർഡിൽ കാറിൽ നിന്നിറങ്ങി. ഇത്തരം ഉൾനാടുകളിലും വലിയ ഹോട്ടലുകളുണ്ട്. വലിയൊരു വനത്തിന് നടുവിലെന്നോണമാണ് ഐബിസ് സ്റ്റൈൽസ് ഹോട്ടലിന്റെ സ്ഥാനം. ഹോട്ടലിനടുത്തുകൂടി ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട്. പിന്നിൽ കുറച്ച് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുമുണ്ട്. റിസപ്ഷൻ ഏരിയയിലെ എല്ലാ പണിയും ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ചെക്ക് ഇൻ ചെയ്തു. 2ാം നിലയിലാണ് മുറി. നല്ല ക്ഷീണമുണ്ട്. ഇടനാഴിയിലൂടെ മുറിയിലേക്ക് നടന്നു. വളരെ ലാളിത്യമാർന്നതാണ് ഹോട്ടലിലെ സംവിധാനങ്ങളെല്ലാം. കണ്ണഞ്ചിപ്പിക്കുന്ന അലങ്കാരങ്ങളൊന്നുമില്ല. 204 നമ്പർ മുറി. ചെറുതെങ്കിലും നല്ല മുറിയാണ്. 4800 രൂപ വരും ഒരു ദിവസത്തെ മുറി വാടക. അത് ഒരു മിതമായ നിരക്കാണ്. ഏകദേശം 50 യൂറോ. ഐബിസിന്റെ ഹോട്ടലുകളെല്ലാം മോഡേൺ ഡിസൈനിങ്ങിനാൽ ആകർഷകമാണ്. ദീർഘയാത്രയുടെ ക്ഷീണമുള്ളതിനാൽ ഇന്നിനി മറ്റു കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല. ഇന്നത്തെ ഉറക്കം ഇവിടെ. അതിരാവിലെ ഉണർന്നെണീറ്റു. ഗ്രാമത്തിന്റെ പ്രകൃതിയിലേക്കാണ് കൺ തുറന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി റെസ്റ്റോറന്റിലേക്ക് ചെന്നു. കുറെ ബ്രെഡും ജാമും ബട്ടറും ഒക്കെ നിരത്തിവെച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് കാപ്പി, ചായ തുടങ്ങിയവ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള യൂറോപ്യൻ ഹോട്ടലുകളിലെ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. കാപ്പി സ്വയം ഒരുക്കാം. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ ഭക്ഷണരീതി വിരസമാകും. ഞാൻ ഒരു ആപ്പിൾ ജ്യൂസിൽ തുടങ്ങി. പതിവ് പോലെ കോൺഫ്ലേക്സും ബ്രെഡും ജാമുമൊക്കെയായി ലളിതമായ പ്രാതൽ.
അതിലെ ലക്ഷറി എന്നത് ഒരു പുഴുങ്ങിയ മുട്ടയായിരിക്കും. റെസ്റ്റോറന്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ സുഹൃത്തുക്കൾ പാർക്കിങ്ങിൽ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. ബില്ലുകൾ സെറ്റിൽ ചെയ്ത് ഞാൻ പുറത്തേക്ക് നടന്നു. ഇനി ഈ ഹോട്ടലിലേക്ക് വരുന്നില്ല. ലാ ലൂവിയറെ എന്ന ചെറുപട്ടണത്തിന്റെ പ്രാന്തഭാഗമാണിത്. മുന്നിലൂടെ ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ വനത്തിന് നടുവിലാണ് ഹോട്ടൽ എന്ന് തോന്നും. ഇതാണ് ഹോട്ടൽ ഐബിസ് സ്റ്റൈൽസിന്റെ മുൻഭാഗം. വെയിൽ തെളിഞ്ഞു കഴിഞ്ഞു. നേരം 8 മണിയായിട്ടുണ്ട്. ഇതാണ് സുഹൃത്തുക്കളുടെ കാർ. 2 പേരും അതിലുണ്ട്. ജോണിയാണ് ഇന്ന് ഡ്രൈവിംഗ് സീറ്റിൽ. ബെൽജിയത്തിലെ തന്നെ കാഴ്ചകളിലൂടെയാണ് ഇന്നും നാളെയും പ്രധാനമായും ഞങ്ങൾ പോകുന്നത്. ബെൽജിയത്തിൽ സാധാരണ കാണാനാവാത്ത ചില കാഴ്ചകളിലേക്ക് കൂടി പോകണം. ഇന്ന് സന്ദർശിക്കുന്ന ഒരു പ്രധാന സ്ഥലം വാട്ടർലൂ ആണ്. അജയ്യനായിരുന്ന ഫ്രഞ്ച് ചക്രവർത്തി നെപ്പോളിയന്റെ ജൈത്രയാത്ര അവസാനിച്ച യുദ്ധം നടന്ന സ്ഥലമാണത്. വാട്ടർലൂവിലെ ബാറ്റിൽ ഫീൽഡ് ഇന്ന് പ്രമുഖമായൊരു ചരിത്ര സ്ഥലമാണ്. ഹൈവേയിലൂടെ വേണം യാത്ര തുടരാൻ. ഇതാണ് ബെൽജിയത്തിന്റെ തനി നാട്ടിൻപുറ കാഴ്ചകൾ. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. ധാരാളം വൃക്ഷനിരയുമുണ്ട്. താഴേക്കൂടി ഹൈവേ കടന്നു പോകുന്നത് കാണാം. GPS-ൽ നിന്നുള്ള വിവരണങ്ങളും നിർദ്ദേശങ്ങളും കാറിൽ എപ്പോഴും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. GPS ആണ് ഞങ്ങളെ വഴി പറഞ്ഞ് നയിക്കുന്നത്. പാതകളുടെ ബാഹുല്യം മൂലം വഴി കണ്ടുപിടിക്കൽ വലിയ പ്രശ്നം തന്നെയാണ്. വാട്ടർലൂവിലേക്ക് പോകുന്നതിന് മുൻപ് നമൂർ എന്ന പട്ടണം സന്ദർശിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. താഴെ കാണുന്നത് നദിയല്ല, മനുഷ്യനിർമ്മിതമായ കനാലാണ്. പണ്ട് ജലഗതാഗതത്തിനു വേണ്ടി അത്തരത്തിലുള്ള ധാരാളം കനാലുകൾ ഈ മേഖലയിൽ നിർമ്മിച്ചിരുന്നു. തിങ്കളാഴ്ചയുടെ പ്രഭാതമായതിനാൽ വഴിയിൽ നല്ല തിരക്കുണ്ട്. രാവിലെ അല്പനേരം കിഴക്കോട്ട് യാത്ര ചെയ്യുന്നതിനാൽ നേരെ മുന്നിലാണ് സൂര്യൻ. നമൂർ മേഖലയിലെ പ്രമുഖമായൊരു പട്ടണമായതുകൊണ്ട് ധാരാളം പാതകൾ അവിടേക്ക് ചെന്നു ചേരുന്നുണ്ട്. പല ഭാഷകൾ സംസാരിക്കുന്നവർ ഇടകലർന്നു വസിക്കുന്ന പട്ടണമാണത്. ബെൽജിയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ 3 ഭാഷകൾ സംസാരിക്കുന്ന ജനതയാണ് വസിക്കുന്നത്. ഫ്രഞ്ച്, ഡച്ച്, ജർമ്മൻ എന്നീ ഭാഷകളാണത്. 3ഉം ഔദ്യോഗിക ഭാഷകളുമാണ്. ഫ്രാൻസിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുള്ളവർ ഫ്രഞ്ച് ഭാഷ സംസാരിക്കുമ്പോൾ നെതർലാൻഡ്സുമായി ചേർന്നുകിടക്കുന്ന ഭാഗങ്ങളിലുള്ളവർ ഡച്ച് സംസാരിക്കുന്നു. ജർമ്മൻ അതിർത്തിയോട് ചേർന്ന ഭാഗത്താകട്ടെ ഭാഷ ജർമ്മനാണ്. അങ്ങനെ 3 ഭാഷകൾ സംസാരിക്കുന്നവരുടെ ഒരു കൊച്ചു രാജ്യമാണ് ബെൽജിയം. സ്വിറ്റ്സർലൻഡിലൂടെ യാത്ര ചെയ്തപ്പോൾ അവിടെയും ഈ പ്രത്യേകത ഞാൻ കണ്ടിരുന്നു. 3ഓ 4ഓ ഭാഷകൾ അവിടെയുമുണ്ട്. ഇറ്റലിയോടും ഫ്രാൻസിനോടും ജർമ്മനിയോടും ചേർന്ന് കിടക്കുന്ന സ്വിസ് പ്രദേശങ്ങളിലുള്ളവർ ആ ഭാഷകളാണ് സംസാരിക്കുന്നത്. ഭാരതത്തിൽ ഏകഭാഷ നിലവിൽ വരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ യൂറോപ്പിൽ വളരെ ചെറിയ രാജ്യങ്ങളിൽ പോലും അത്തരമൊരു സമ്പ്രദായമില്ലെന്ന് ഓർക്കണം. ബെൽജിയത്തിലും വിഭിന്ന ഭാഷകൾ സംസാരിക്കുന്നവർ തമ്മിൽ പ്രാദേശികമായി മത്സരങ്ങളുണ്ട്. ഉരുളക്കിഴങ്ങിന്റെ പാടങ്ങളാണ് ഇക്കാണുന്നത്. വിശാല പാടങ്ങൾ. പ്രത്യേക യന്ത്രം കൊണ്ട് ഉഴുതുമറിച്ചാണ് ഉരുളക്കിഴങ്ങ് വിളവെടുക്കുന്നത്. യന്ത്രം കടന്നു പോകുമ്പോൾ അത് ഉരുളക്കിഴങ്ങ് ശേഖരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ബ്രസൽസ് തുടങ്ങിയ നിരവധി പട്ടണങ്ങളിലൂടെ കടന്നു വേണം പോകാൻ. ഇത്തരം ഗ്രാമങ്ങൾ പിന്നിട്ട് പല പട്ടണങ്ങൾ കടന്നു പോകാൻ ഇങ്ങനെയൊരു കാറും സുഹൃത്തുക്കളുമില്ലെങ്കിൽ അസാധ്യമാണ്. ട്രെയിനോ ബസ്സോ മറ്റു പൊതുഗതാഗത സംവിധാനമോ ഉപയോഗിച്ച് ഇത്തരമൊരു യാത്ര സാധ്യമാകില്ല. യൂറോപ്പിലെ രാജ്യങ്ങളിലൊന്നും ടാക്സി പിടിച്ചുള്ള ദീർഘയാത്രകളും പ്രായോഗികമല്ല. വലിയ കൃഷിയിടങ്ങൾ. കുറേ നേരം ആ കാഴ്ചയാണെങ്കിൽ പിന്നെ കൃഷിയിടങ്ങൾക്ക് നടുവിൽ ഒരു ഗ്രാമം കാണാവുന്നു. നിരയൊപ്പിച്ച് ശാസ്ത്രീയമായി നിർമ്മിച്ച ചെറു വീടുകളുള്ള ഗ്രാമം. ഇപ്പോൾ കാർ നമൂറിലേക്ക് എത്തിയിരിക്കുന്നു.
2100 വർഷങ്ങൾക്ക് മുൻപ് ജൂലിയസ് സീസർ വികസിപ്പിച്ചെടുത്ത ജനവാസ കേന്ദ്രമാണ് ഇന്നത്തെ നമൂർ. ഇന്നിത് വലിയ പട്ടണമാണ്. 1,00,000-ലധികം ആളുകൾ വസിക്കുന്ന പട്ടണം. ഇന്നലെ കണ്ട പിയറി ഫോൺസ് പോലെ തന്നെ ഒരു കോട്ടനഗരം കൂടിയാണ് ഇത്. എന്നാൽ പിയറി ഫോൺസിന്റെ പല മടങ്ങ് വിസ്തൃതിയുണ്ട് നമൂറിന്. 175 സ്ക്വയർ കിലോമീറ്ററാണ് പട്ടണത്തിന്റെ വിസ്തൃതി. റോമാക്കാർ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, സ്പെയിൻകാർ, ഓസ്ട്രിയക്കാർ എന്നിവരെല്ലാം പല കാലങ്ങളിൽ ഈ പ്രദേശം ഭരിച്ചിരുന്നു. പല വംശീയ വിഭാഗങ്ങളും ഇപ്പോഴും ഇവിടെയുണ്ട്. വലിയ ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയ ഒരു പട്ടണമാണിത്. 1-ാം ലോകമഹായുദ്ധകാലത്തും 2-ാം ലോകമഹായുദ്ധകാലത്തും ഇവിടം വൻ ആക്രമണങ്ങൾക്ക് വിധേയമാകുകയും ചെയ്തിരുന്നു. നഗരത്തിന്റെ പാർക്കിംഗ് ഏരിയയുടെ വിസ്തൃതിയാണെങ്കിലും കെട്ടിടങ്ങൾ പണിതിരിക്കുന്നതിന്റെ രീതിയാണെങ്കിലും അവയുടെ ഉയരകൃത്യതയാണെങ്കിലും എല്ലാം വളരെ ശാസ്ത്രീയമാണ്. ചുടുകട്ട കൊണ്ടാണ് മിക്ക കെട്ടിടങ്ങളും പണിതിരിക്കുന്നത്. അതാകട്ടെ പ്ലാസ്റ്റർ ചെയ്തിട്ടുമില്ല. പുതിയ കാലത്ത് കെട്ടിടങ്ങൾ പണിയുന്നത് ഇന്നത്തെ രീതിയിലല്ല, അതും പഴയ രൂപത്തിൽ തന്നെ നിർമ്മിക്കുന്നു. നഗരത്തിന്റെ സൗന്ദര്യവും കുലീനത്വവും വിട്ടുള്ള ഒരു കാര്യവും യൂറോപ്പിൽ ആരും ചെയ്യില്ല. ചുടുകട്ട കൊണ്ട് പണിത 500-600 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ചുടുകട്ടയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന കെട്ടിട നിർമ്മാണ വസ്തു. മറ്റൊന്ന് കരിങ്കല്ലാണ്. കേബിളുകളില്ല, കറണ്ട് കമ്പികൾ കാണുന്നില്ല, അങ്ങിങ്ങായി നാട്ടിയ പോസ്റ്റുകളില്ല. ഇങ്ങനെയാണ് യൂറോപ്പിലെ പട്ടണങ്ങളെല്ലാം. ചിലയിടത്ത് കേബിളുകൾ അപൂർവമായി ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിലും റോഡിന്റെ അരികിൽ തൂണുനാട്ടി അതിൽ ട്രാൻസ്ഫോമറും മറ്റും സ്ഥാപിക്കുന്ന പരിപാടി ഇവിടെയില്ല. ചുമരുകളിൽ പോസ്റ്റർ ഒട്ടിക്കുന്നുമില്ല. ഇതൊക്കെ കൊണ്ടാണ് യൂറോപ്പിലെ പട്ടണങ്ങൾക്കെല്ലാം സവിശേഷമായ വൃത്തിയുള്ളത്. ഇങ്ങനെയൊരു വൃത്തി നിയമത്തിലൂടെ നമുക്കും കൊണ്ടുവരാവുന്നതേയുള്ളൂ. ബെൽജിയത്തിലെ പ്രധാനപ്പെട്ടൊരു റീജിയനായ വലോണിയയുടെ ആസ്ഥാനം കൂടിയാണ് നമൂർ എന്ന ഈ പട്ടണം. വലോണിയയുടെ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നതും ഈ പട്ടണത്തിലാണ്. 1-ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ പടയുടെ പ്രധാനപ്പെട്ടൊരു ലക്ഷ്യമായിരുന്നു നമൂർ. ഇവിടെ തമ്പടിച്ച് ഫ്രാൻസിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാം. അതുകൊണ്ട് തന്നെ 1914 ഓഗസ്റ്റ് 1-ന് ജർമ്മൻ പട അപ്രതീക്ഷിതമായി ഈ നഗരത്തിനുമേൽ വലിയ ബോംബാക്രമണം നടത്തി. ആക്രമണത്തിനൊടുവിൽ ജർമ്മൻകാർ നഗരം പിടിച്ചെടുക്കുകയും ഇവിടം കേന്ദ്രീകരിച്ച് ഫ്രാൻസിനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുകയും ചെയ്തു. നമൂർ സിറ്റാഡലിന്റെ ഒരു ഭാഗമാണ് വലതുവശത്ത് കാണുന്നത്. ഒരു കുന്നിൻ മുകളിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുകയാണ് നമൂർ സിറ്റാഡൽ. ഇത് സാംബ്ര നദിയാണ്. സാംബ്ര നദിയും മ്യൂസ് നദിയും കൂടിച്ചേരുന്ന ഭാഗമാണ്. ഇക്കാണുന്നത് ഹൗസ് ഓഫ് കൾച്ചർ എന്ന ബിൽഡിംഗ് ആണ്. നദീതീരമെല്ലാം വളരെ വൃത്തിയോടെ ഒരുക്കി വെച്ചിരിക്കുന്നു. നദിക്കു കുറുകെ പല പാലങ്ങളുണ്ട്. അതിലൊന്നിലൂടെ ഞാൻ നടന്നു. ഒരു വശത്ത് പുരാതന മന്ദിരങ്ങൾ, മറുവശത്ത് സിറ്റാഡൽ. പണ്ടുകാലം മുതലേ ഈ മേഖലയിലെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് നമൂർ. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലം മുതൽ പ്രവർത്തിക്കുന്ന നമൂർ യൂണിവേഴ്സിറ്റി വളരെ പ്രശസ്തമാണ്. താരതമ്യേന ചെറിയ നദിയാണ് സാംബ്ര. അതിന്റെ തീരത്തങ്ങനെ പുരാമന്ദിരങ്ങൾ ഉയർന്നു നിൽക്കുന്നത് ഒരു കാഴ്ച തന്നെയാവുന്നു. നിർത്തിവച്ചിരിക്കുന്ന സൈക്കിളുകൾ കാണാം. ക്രെഡിറ്റ് കാർഡിലൂടെയോ ഓൺലൈൻ പേയ്മെന്റിലൂടെയോ വാടക നൽകി എടുക്കാവുന്നതാണ്. ഇക്കാണുന്നത് ഇവിടുത്തെ പഴയൊരു കോൺവെന്റാണ്, ഫ്രാൻസിസ്കൻസ് കോൺവെന്റ്. 13-ാം നൂറ്റാണ്ടിൽ സെന്റ് ഫ്രാൻസിസ് അസീസിയുടെ കാലത്ത് തന്നെ സ്ഥാപിതമായതാണ് കോൺവെന്റ്. ഇപ്പോൾ ഇതൊരു ആശുപത്രിയായാണ് പ്രവർത്തിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഭാഗികമായി തകർക്കപ്പെട്ടിരുന്ന കെട്ടിടം പിന്നീട് ഈ വിധം പുനർനിർമ്മിക്കുകയായിരുന്നു. മ്യൂസ് നദിയും സാംബ്ര നദിയും ചേരുന്നയിടത്തേക്കെത്തി. മ്യൂസ് വളരെ വിസ്തൃതമായ നദിയാണ്. യൂറോപ്പിലെ തന്നെ പ്രമുഖമായ നദിയാണത്. ഫ്രാൻസിൽ ഉത്ഭവിച്ച് ബെൽജിയത്തിലൂടെ ഒഴുകി നെതർലാൻഡ്സിലൂടെ നോർത്ത് സീയിൽ ചെന്നു ചേരുന്ന 925 കിലോമീറ്റർ നീളമുള്ള നദി. ബെൽജിയത്തിലെ ഗതാഗതത്തിന് പ്രധാനപ്പെട്ടൊരു ഉപാധിയാണ് മ്യൂസ് നദി. ചരക്ക് ബാർജുകളും ഉല്ലാസ നൗകകളും ഇതിലൂടെ നീങ്ങുന്നു.
സാംബ്ര പോലുള്ള മറ്റ് 35 നദികൾ മ്യൂസിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങ് കുന്നിൻ മുകളിലെ സിറ്റാഡൽ കാണാം. ഞങ്ങൾ ആ കോട്ടയ്ക്കകത്തേക്ക് പോകുന്നില്ല. ഇന്ന് രാവിലെ അത്തരം വിശദമായ കാഴ്ചകളിലേക്കൊന്നും പോകാൻ നേരവുമില്ല. ശരിക്കും ഒരു ദിവസം കാണാനുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. നമൂർ നഗരത്തിന്റെ ടൗൺ സ്ക്വയർ ഒന്ന് കാണുന്നതിനായി നടന്നു. യൂറോപ്പിൽ ഏതു നഗരത്തിന്റെയും ഹൃദയഭാഗം അവിടുത്തെ ഓൾഡ് ടൗൺ സ്ക്വയർ ആണ്. അതിനു ചുറ്റുമായിട്ടായിരിക്കും പഴയ നഗരഭാഗം. ഇതാണ് നമൂർ ടൗൺ സ്ക്വയർ. ഇവിടുത്തെ പ്രത്യേകത നിലത്ത് പലയിടത്തും ടൈലല്ല, തടിയാണ് വിരിച്ചിരിക്കുന്നതെന്നതാണ്. പിന്നിൽ അക്കാണുന്നത് ഇവിടുത്തെ ഒരു സാംസ്കാരിക മന്ദിരമാണ്. പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കെട്ടിടമായിരുന്നു അത്. ഈ ഒരു ചത്തുരത്തിനു ചുറ്റുമായിട്ടാണ് നമൂർ നഗരം രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെയാണ് നഗരത്തിലെ പ്രധാന സാംസ്കാരിക ഒത്തുചേരലുകളെല്ലാം നടക്കുന്നത്. 17-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സൈനികമായി വലിയ പ്രാധാന്യമുള്ള നഗരമായിരുന്നു ഇത്. നെപ്പോളിയന്റെ പരാജയത്തിനു ശേഷം ബെൽജിയം നെതർലാൻഡ്സിന്റെ അധീനതയിലായപ്പോൾ അവർ സിറ്റാഡലിൽ പുതിയ പീരങ്കികൾ സ്ഥാപിച്ച് നമൂറിലെ സൈനിക സാന്നിധ്യം ഒന്ന് ശക്തിപ്പെടുത്തിയിരുന്നു. പഴയ കെട്ടിടങ്ങളെല്ലാം അതേപടി നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അത് ഹനിക്കുന്ന രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും യൂറോപ്പിലെ ഒരു നഗരവും തയ്യാറല്ല. രാവിലെ ആയതുകൊണ്ടാവാം ഇവിടെയൊന്നും അധികം ആളുകളില്ലാത്തത്. ഉച്ച കഴിയണം ഇവിടമൊന്ന് ഉണരാൻ. അപ്പോൾ വഴിയോര റെസ്റ്റോറന്റുകളെല്ലാം സജ്ജമാകും. ഞാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിൽഡിംഗിന്റെ പിൻഭാഗത്തേക്ക് നടന്നു. ആ ബിൽഡിംഗിന് പിന്നിൽ വലിയൊരു ഗോപുരം കാണാം. ബെൽഫ്രേ ഓഫ് നമൂർ എന്നാണ് അതറിയപ്പെടുന്നത്. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ടവറാണ്. അക്കാലത്ത് നഗരമതിലിന്റെ ഭാഗമായിരുന്നു ഈ ടവർ. നഗരത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലെ നിരീക്ഷണ ഗോപുരം. പണ്ട് നഗരവാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ഗോപുരത്തിൽ നിന്നും മണി മുഴങ്ങിയിരുന്നുവെന്ന് ചരിത്രം. 18-ാം നൂറ്റാണ്ടിൽ തകർക്കപ്പെട്ട ഗോപുരം സെന്റ് ജാക്കസ് ആണ് ഇന്ന് കാണുന്ന വിധം പുനർനിർമ്മിച്ചതെന്നാണ് ചരിത്രരേഖകൾ. പലതവണ ഭാഗികമായി തകർക്കപ്പെട്ട ഗോപുരം കൂടിയാണിത്. ഞാൻ നടുമുറ്റത്തു നിന്നും വീണ്ടും പ്രധാന സ്ക്വയറിലേക്ക് ഇറങ്ങി. നമൂറിനെ പെട്ടെന്ന് കണ്ടു തീർക്കണം.